അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സംരംഭകത്വത്തിന്റെ പുതിയ യുഗത്തിന് അടിത്തറ പാകി വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് PM മുദ്രാ യോജന. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി വർത്തിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് പിന്തുണയേകി പദ്ധതി അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. വിശ്വാസത്തിന്റെ കഥയാണ് മുദ്രാ യോജന. ജനങ്ങളുടെ അഭിലാഷങ്ങളിലും അവരുടെ നിർമ്മാണ കഴിവിലും വിശ്വസിക്കുക. ഏറ്റവും ചെറിയ സ്വപ്നങ്ങൾ പോലും വളരാൻ ഒരു വേദി അർഹിക്കുന്നുവെന്ന വിശ്വാസം. സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൈപിടിച്ചുയർത്താൻ സർക്കാർ ഒപ്പമുണ്ടാകുമെന്നതിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് മുദ്രാ യോജന. 2015 ഏപ്രിലിൽ ആരംഭിച്ചതിനു ശേഷം PM മുദ്രാ യോജന വഴി 52 കോടിയിലധികം വായ്പകളാണ് അനുവദിച്ചത്. ആകെ അനുവദിച്ച തുക 32.61 ലക്ഷം കോടി രൂപയോളമാണ്. ബിസിനസ് സംരംഭങ്ങൾ ഇപ്പോൾ വലിയ നഗരങ്ങളിൽ മാത്രമായി ഒതുങ്ങിയ സംഗതിയല്ല. അത് ചെറിയ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. ആളുകൾ ഇപ്പോൾ തൊഴിലന്വേഷകരല്ല, അവർ തൊഴിൽ ദാതാക്കളായി മാറുകയാണ്. സംരംഭക വിപ്ലവത്തിനുള്ള വിത്ത് പാവുകയാണ് മുദ്രാ യോജന എന്നതിൽ സംശയമില്ല. മുദ്രയുടെ സ്വാധീനം മൂലം MSMEകളിലേക്കുള്ള വായ്പാ പ്രവാഹത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി SBI റിപ്പോർട്ട് എടുത്തുകാണിക്കുന്നു. MSME വായ്പ 2014 സാമ്പത്തിക വർഷത്തിൽ 8.51 ലക്ഷം കോടിയിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ 27.25 ലക്ഷം കോടിയായി ഉയർന്നു. ഇത് 2025 സാമ്പത്തിക വർഷത്തിൽ 30 ലക്ഷം കോടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൊത്തം ബാങ്ക് ക്രെഡിറ്റിൽ MSME ക്രെഡിറ്റിന്റെ പങ്ക് 2014 സാമ്പത്തിക വർഷത്തിൽ 15.8% നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 20% വർദ്ധിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ മുദ്രാ പദ്ധതിയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യമാണ് ഇത് തെളിയിക്കുന്നത്. ഈ മാറ്റം ചെറുകിട പട്ടണങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും ബിസിനസ്സുകൾക്ക് മുമ്പ് ലഭ്യമല്ലാത്ത സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ പ്രാപ്തമാക്കി. സ്വാശ്രയത്വത്തെ ശക്തിപ്പെടുത്തുകയും താഴെത്തട്ടിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. മുദ്രാ ഗുണഭോക്താക്കളിൽ 68% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ പദ്ധതിയുടെ നിർണായക പങ്ക് ഇത് അടിവരയിടുന്നു. 2016 സാമ്പത്തിക വർഷത്തിനും 2025 സാമ്പത്തിക വർഷത്തിനുമിടയിൽ സ്ത്രീകൾക്ക് PMMY വഴിയുള്ള നിക്ഷേപം 13% CAGR വർദ്ധിച്ച് 62,679 അതേസമയം സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഇൻക്രിമെന്റൽ നിക്ഷേപം 14% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് വർദ്ധിച്ച് 95,269 സ്ത്രീകൾക്ക് കൂടുതൽ ധനസഹായം നൽകുന്ന സംസ്ഥാനങ്ങൾ സ്ത്രീകൾ നയിക്കുന്ന MSMEകൾ വഴി ഗണ്യമായ ഉയർന്ന തൊഴിലവസര സൃഷ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവും തൊഴിൽ പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിൽ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഫലപ്രാപ്തി ഇത് ശക്തിപ്പെടുത്തുന്നു. പരമ്പരാഗത ക്രെഡിറ്റ് തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിൽ PMMY ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. SBI റിപ്പോർട്ട് അനുസരിച്ച് മുദ്ര അക്കൗണ്ടുകളുടെ 50% SC, ST, OBC വിഭാഗങ്ങളിൽപ്പെട്ട സംരംഭകരാണ്. കൂടാതെ മുദ്രാ വായ്പാ ഗുണഭോക്താക്കളിൽ 11% പേർ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റങ്ങളിൽ സജീവ പങ്കാളികളാക്കാൻ പദ്ധതി വഴി സാധിക്കുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മുദ്ര 52 കോടിയിലധികം വായ്പാ അക്കൗണ്ടുകൾ തുറക്കാൻ സഹായിച്ചു. ഇത് സംരംഭക പ്രവർത്തനങ്ങളിൽ സ്ഥിരമായ വളർച്ചയെ അടയാളപ്പെടുത്തുന്നു. കിഷോർ വായ്പകളുടെ വിഹിതം 2016 സാമ്പത്തിക വർഷത്തിൽ 5.9% നിന്ന് 2025 സാമ്പത്തിക വർഷത്തിൽ 44.7% വളർന്നു. തരുൺ വിഭാഗത്തിലും വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 2015 പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചതിനു ശേഷം 2025 ഫെബ്രുവരി 28 വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വായ്പ വിതരണം ചെയ്തത് തമിഴ്നാടാണ്. 3,23,647.76 കോടി. ഉത്തർപ്രദേശ് 3,14,360.86 കോടിയുമായി തൊട്ടു പിന്നിലും. കർണാടക 3,02,146.41 കോടിയുമായി മൂന്നാം സ്ഥാനത്തുമാണ്. പശ്ചിമബംഗാളിലും ബീഹാറിലും യഥാക്രമം 2,82,322.94 കോടിയും 2,81,943.31 കോടിയും വിതരണം ചെയ്തിട്ടുണ്ട്. 2,74,402.02 കോടിയുമായി മഹാരാഷ്ട്ര 6ാം സ്ഥാനത്താണ്. മുദ്രാ യോജന 10 വർഷം പൂർത്തിയാക്കിയ വേളയിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സംവദിച്ചു.
കേരളത്തിൽ നിന്നുള്ള സംരംഭകനായ ഗോപികൃഷ്ണനും പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ അവസരം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും പുനരുപയോഗ ഊർജ്ജ പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയകരമായ ഒരു സംരംഭകനായി മാറിയ ഗോപികൃഷ്ണനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മുദ്രാ ലോണിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ദുബായിലെ ജോലി രാജിവെച്ചാണ് അദ്ദേഹം സംരംഭക യാത്ര ആരംഭിച്ചത്. PM സൂര്യഘർ സംരംഭത്തിന് കീഴിലുള്ള സോളാർ ഇൻസ്റ്റലേഷനുകൾ 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയായി. മുൻപ് 3000 രൂപയോളം ഉണ്ടായിരുന്ന വൈദ്യുതി ബില്ലുകൾ ഇപ്പോൾ 240-250 രൂപയായി കുറഞ്ഞുവെന്നും തന്റെ പ്രതിമാസ വരുമാനം 2.5 ലക്ഷമോ അതിൽ കൂടുതലോ എത്തിയെന്നും ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. आप जब दुबई से वापस आए तो आपका प्लान क्या था? नहीं, वापस आया कि मैं ये मुद्रा लोन के बारे में मेरे को इन्फॉर्मेशन मिला था, इसलिए मैं वो कंपनी रिसाइन किया है. अच्छा, आपको वहीं पता चला था? हाँ, और रिसाइन करके इधर आके फिर ये मुद्रा लोन को अप्लाई करके ये शुरू किया है. एक घर पर सूर्य घर का काम पूरा करने में कितना दिन लगता है? अभी मैक्सिमम 2 दिन 2 दिन में एक घर का काम कर ले. काम करता है. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നുള്ള ഒരു വനിതാ സംരംഭകയും ഹൗസ് ഓഫ് പുച്കയുടെ സ്ഥാപകയുമായി പ്രധാനമന്ത്രി പിന്നീട് സംവദിച്ചു. വീട്ടുപാചകത്തിൽ നിന്ന് കഫേ ബിസിനസ് സ്ഥാപിക്കുന്നതിലേക്കുള്ള പ്രചോദനാത്മകമായ യാത്രയാണ് അവരുടേത്. ലാഭവിഹിതത്തെയും ഭക്ഷ്യച്ചെലവ് മാനേജ്മെന്റിനെയും കുറിച്ചുള്ള ഗവേഷണം ഈ സംരംഭക വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചതായി അവർ പറഞ്ഞു. പലരും സംരംഭത്തിലേക്ക് കടന്നുവരാത്തത് പേടി മൂലമാണെന്ന് വനിതാ സംരംഭക പറഞ്ഞു. सर, मैं जैसे कि अभी मेरी एज 23 इयर्स है, तो मेरे पास अभी रिस्क टेकिंग एबिलिटी भी है और टाइम भी है, तो ये सही समय होता है. मैं ना यूथ को लगता है कि हमारे पास फंडिंग नहीं है, बट वो गवर्नमेंट स्कीम्स के बारे में अवेयर नहीं है, तो मैं अपने साइड से यही उन्हें सजेशन देना चाहूँगी, अब थोड़ा रिसर्च करो. जैसे मुद्रा लोन भी है, वैसे PM-EGP लोन भी है, कई लोन जो आपको विदाउट मॉर्गेज मिल रहे हैं. तो अगर आपके में पोटेंशियल है तो आप जॉब ड्रॉप करो, क्योंकि स्काई हैज नो लिमिट्स फॉर यू. तो आप बिजनेस करिए और जितना चाहे उतना ग्रो कर सकते हैं. പ്രതിസന്ധികളെ തരണം ചെയ്ത് സംരംഭങ്ങളുമായി മുന്നോട്ടു പോകണമെന്ന് ഇതിനുള്ള മറുപടിയായി പ്രധാനമന്ത്രി പറഞ്ഞു. റായ്പൂരിൽ നിന്നുള്ള വനിതാ സംരംഭകയുടെ അനുഭവങ്ങൾ പ്രചോദനമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. മറ്റൊരു ഗുണഭോക്താവായ കശ്മീരിലെ ബാരാമുള്ളയിലുള്ള ബേക്ക് മൈ കേക്കിന്റെ ഉടമയായ മുദാസിർ നഖ്ഷ്ബന്ദി തൊഴിലന്വേഷകനിൽ നിന്ന് തൊഴിൽ ദാതാവിലേക്കുള്ള തന്റെ പരിവർത്തന യാത്ര പങ്കുവച്ചു. ബാരാമുള്ളയിലെ വിദൂര പ്രദേശങ്ങളിൽ നിന്നുള്ള 42 വ്യക്തികൾക്ക് തൊഴിൽ നൽകാൻ അദ്ദേഹത്തിന്റെ സംരംഭത്തിന് സാധിച്ചു. മുദ്രാ വായ്പ ലഭിക്കുന്നതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ വരുമാനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി അന്വേഷിച്ചു. 1000-ഓളമായിരുന്നു വരുമാനമെന്നാണ് മുദാസിർ മറുപടി നൽകിയത്. എന്നാൽ മുദ്രാ ലോൺ ലഭിച്ച ശേഷം വരുമാനം ലക്ഷങ്ങളും കോടികളുമായി ഉയർന്നതായി അദ്ദേഹം പറഞ്ഞു. മുദാസിറിന്റെ സംരംഭത്തിൽ 90% ഇടപാടുകളും UPI വഴിയാണ് നടക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. We have become job creators from job seekers with a successful business. We have provided stable jobs for 42 persons from remote areas of Baramulla. आप इतना बहुत तेजी से प्रोग्रेस कर रहे हैं. जिस बैंक ने आपको लोन दिया, लोन देने से पहले आपकी स्थिति क्या थी? Sir, overall that was 2021. Before this, I was not in lakhs or crores. I was just in thousands. आपके यहाँ भी UPI का उपयोग होता है? जो सर, शाम को जब कैश चेक करते हैं तो I get very disappointed because 90% transactions UPI होती है and we have just 10% of cash in hand. വാപ്പിയിലെ ജോലിയിൽ നിന്നും സിൽവാസയിലെ വിജയകരമായ സംരംഭകനായി മാറിയ സുരേഷിന്റെ പ്രചോദനാത്മകമായ യാത്ര പ്രധാനമന്ത്രി കേട്ടു. 2022-ൽ ഒരു ജോലി മാത്രം പോരാ എന്ന് താൻ മനസ്സിലാക്കിയെന്നും സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചതായും സുരേഷ് പറഞ്ഞു. എന്റെ വിജയത്തോടെ ചില സുഹൃത്തുക്കൾ ഇപ്പോൾ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുദ്രാ വായ്പകൾക്ക് അപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംരംഭകത്വത്തിലേക്ക് ധീരമായ ചുവടുകളെടുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതിൽ ഇത്തരം വിജയഗാഥകളുടെ പ്രതിഫലനം പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. 2022 में फिर मुझे ख्याल आया कि जॉब से कुछ होने वाला नहीं है, तो खुद का बिजनेस स्टार्ट करें. वापी में जो आप डेली ट्रेन में जाते थे, रोजी रोटी कमाते थे, वो ट्रेन की जो दोस्ती बड़ी गजब होती है. सर, मैं ये सिलवास में रहता हूँ. हाँ, और जॉब में वापी में करता था. अब वही मेरा सिलवास में ही. मैं जानता हूँ सब अप डाउन वाली गैंग है वो. लेकिन वो लोग अब पूछते होंगे कि तुम्हें कैसे कमाने लग गए हो, क्या कर रहे हो. उनमें से किसी का मन करता है कि वो भी मुद्रा लोन ले कहीं जाए कि नहीं? हाँ सर, अभी रिसेंटली जब मैं यहाँ पे आ रहा था तो मेरे एक फ्रेंड ने भी वही मेरे को बोला कि अगर हो सके तो मुझे भी थोड़ा गाइड करना मुद्रा लोन के लिए. റായ്ബറേലിയിൽ നിന്നുള്ള ഒരു വനിതാ സംരംഭക
തന്റെ നേതൃത്വത്തിൽ MSMEകൾക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞു. മുൻപ് വെല്ലുവിളി നിറഞ്ഞതായിരുന്ന ലൈസൻസുകളും ധനസഹായവും നേടുന്നതിന്റെ എളുപ്പത്തെക്കുറിച്ച് അവർ പരാമർശിച്ചു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. പ്രതിമാസം 2.5 മുതൽ 3 ലക്ഷം വരെ വിറ്റുവരവുള്ള ബേക്കറി നടത്തുന്ന വനിതാ സംരംഭകയുടെ വിജയത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇന്ത്യയിലുടനീളം പൗരന്മാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലും സംരംഭകത്വം വളർത്തുന്നതിലും മുദ്രാ യോജന ചെലുത്തുന്ന പരിവർത്തനാത്മകമായ സ്വാധീനം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുമായ വ്യക്തികൾക്ക് ഈ പദ്ധതി എങ്ങനെ സാമ്പത്തിക സഹായം നൽകിയെന്നും ഗ്യാരണ്ടികളോ വിപുലമായ രേഖകളോ ആവശ്യമില്ലാതെ അവർക്ക് സ്വന്തമായി ബിസിനസ്സുകൾ ആരംഭിക്കാൻ പ്രാപ്തരാക്കുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. സംരംഭകത്വത്തോടുള്ള സാമൂഹിക മനോഭാവങ്ങളിൽ ഗണ്യമായ മാറ്റം ചൂണ്ടിക്കാട്ടി. മുദ്രാ യോജന ഒരു നിശബ്ദ വിപ്ലവം കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, അവരുടെ ബിസിനസ്സുകൾ നയിക്കാനും വളർത്താനുമുള്ള അവസരങ്ങളെ സൃഷ്ടിക്കുന്നതിലൂടെയും പദ്ധതി സ്ത്രീകളെ ശാക്തീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ടു. വായ്പാ അപേക്ഷകൾ, അംഗീകാരങ്ങൾ, വേഗത്തിലുള്ള തിരിച്ചടവുകൾ എന്നിവയിൽ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളാണ് പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന ഗുണഭോക്താക്കളെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മുദ്രാ യോജനയിലൂടെയുള്ള തൊഴിലവസരങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സാധാരണ പൗരന്മാരുടെ വരുമാനം വർദ്ധിച്ചതായും അത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കാനും അവരെ പ്രാപ്തരാക്കുന്നതായും അദ്ദേഹം നിരീക്ഷിച്ചു. സർക്കാരിന്റെ പ്രതിബദ്ധതയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പരമ്പരാഗത സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പദ്ധതി നടപ്പിലാക്കി 10 വർഷത്തിനു ശേഷം തന്റെ ഭരണകൂടം സജീവമായി പ്രതികരണം തേടുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യവ്യാപകമായി ഗുണഭോക്താക്കളുമായും ഗ്രൂപ്പുകളുമായും കൂടിയാലോചിച്ച് പദ്ധതിയുടെ പുരോഗതി അവലോകനം ചെയ്യേണ്ടതിന്റെയും മെച്ചപ്പെടുത്തലിനുള്ള അവസരങ്ങൾ തിരിച്ചറിയുന്നതിന്റെയും കൂടുതൽ വിജയത്തിനായി ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന്റെയും പ്രാധാന്യം പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. 10 വർഷത്തിനുള്ളിൽ സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെയും നവീകരണത്തിന്റെയും ശക്തി തെളിയിക്കാൻ PM മുദ്രാ യോജനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 2014 മുൻപ് സങ്കീർണമായ പേപ്പർ വർക്കുകൾ പോലുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വന്നതിനാൽ ചെറുകിട സംരംഭകർക്ക് അനൗപചാരിക ധനകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു. എല്ലാവർക്കും തുല്യ അവസരം നൽകുക എന്ന ബദൽ വാഗ്ദാനവുമായാണ് ഈ ശൂന്യതയിലേക്ക് മുദ്രാ പദ്ധതി കടന്നുവരുന്നത്. 52 കോടിയിലധികം വായ്പകൾ അനുവദിച്ചുകൊണ്ട് സ്ത്രീകൾ, SC, ST, OBC സമൂഹങ്ങൾ, ഗ്രാമീണ സംരംഭകർ എന്നിവരെ ശാക്തീകരിക്കാൻ മുദ്രയ്ക്ക് സാധിച്ചു. തൊഴിലവസരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ അടിസ്ഥാന സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും തുല്യമായ വളർച്ച കൈവരിക്കുകയും ചെയ്യുക കൂടി മുദ്രയിലൂടെ സാധ്യമാകുന്നു. സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുക, കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ട് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗതാഗത ശൃംഖലകൾ ആധുനികവൽക്കരിക്കുക, നഗര സൗകര്യങ്ങൾ നവീകരിക്കുക, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് നിരവധി പരിവർത്തന സംരംഭങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 83,000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമാണ്. പുതിയ പാമ്പൻ പാലം സാങ്കേതിക വിദ്യയുടെയും പാരമ്പര്യത്തിന്റെയും ഐക്യത്തെ അടയാളപ്പെടുത്തുന്നതാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 8,300 കോടിയിലധികം രൂപയുടെ വിവിധ റെയിൽ റോഡ് പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു. ലംബമായി ഉയർത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമായ പുതിയ പാമ്പൻ റെയിൽ പാലവും ഇതിൽ ഉൾപ്പെടുന്നു. റോഡ് പാലത്തിൽ നിന്ന് ട്രെയിനും കപ്പലും ഫ്ളാഗ് ഓഫ് ചെയ്ത അദ്ദേഹം പാലത്തിന്റെ പ്രവർത്തനം വീക്ഷിക്കുകയും ചെയ്തു. രാമേശ്വരത്തേക്കുള്ള പുതിയ പാമ്പൻ പാലം സാങ്കേതിക വിദ്യയുടെയും പാരമ്പര്യത്തിന്റെയും ഐക്യത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. by a 21st century engineering wonder. I thank our engineers and workers for their hard work. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നഗരം ഇപ്പോൾ 21ാം നൂറ്റാണ്ടിലെ എഞ്ചിനീയറിംഗ് വിസ്മയത്താൽ കൂട്ടിയിണക്കപ്പെട്ടിരിക്കുകയാണ്. സമുദ്രയാനങ്ങൾക്ക് കടന്നുപോകാൻ സൗകര്യമൊരുക്കി വേർപെട്ട് മുകളിലേക്ക് ഉയർത്താനാകുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമായിരുന്നു 2 കിലോമീറ്ററിലേറെ നീളവും നൂറ്റാണ്ടിലേറെ പഴക്കവുമുള്ള പാമ്പൻ പാലം. കാലപ്പഴക്കത്താൽ ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണി
അസാധ്യമായ സാഹചര്യത്തിലാണ് കൂടുതൽ മികവുറ്റ ടെക്നോളജിയോടുകൂടി പുതിയ പാലം നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. പഴയ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ കടൽപ്പാലം. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള നവരത്ന പൊതുമേഖലാ സ്ഥാപനമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത്. 2.08 കിലോമീറ്ററിൽ ഇരട്ടപ്പാത സ്ഥാപിക്കാവുന്ന രീതിയിലാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 18.3 മീറ്റർ അകലത്തിൽ 99 തൂണുകളും നടുവിലായി 72.5 മീറ്ററുള്ള നാവിഗേഷൻ സ്പാനും പുതിയ പാലത്തിലുണ്ട്. പാലത്തിന്റെ ഈ ഭാഗമാണ് ചെറിയ കപ്പലുകൾക്ക് വഴിയൊരുക്കാനായി ഉയർത്താൻ സാധിക്കുന്നത്. നാവിഗേഷൻ സ്പാൻ 17 മീറ്റർ വരെ ഉയർത്താൻ കഴിയുന്നതിനാൽ പാലത്തിന് അടിയിലൂടെ വലിയ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കാനും വഴിയൊരുക്കും. പാലത്തിന്റെ ഇരുവശങ്ങളിലേക്കും സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ച് ഇത് തുറക്കാൻ 3 മിനിറ്റും അടയ്ക്കാൻ 2 മിനിറ്റും മതിയാകും. പഴയ പാലത്തിനേക്കാൾ 3 മീറ്റർ അധികം ഉയരമുള്ളതാണ് പുതിയ പാലത്തിന്റെ പില്ലറുകൾ. അതിനാൽ തന്നെ ബോട്ട് ഗതാഗതം സുഗമമാക്കുന്ന രീതിയിലാണ് നിർമ്മാണം. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ് ഇത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബലപ്പെടുത്തൽ, ഉയർന്ന നിലവാരമുള്ള സംരക്ഷണ പെയിന്റിംഗ്, ഒരു പ്രത്യേക പോളിസിലോക്സൻ സെയിൻ കോട്ടിംഗ് തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിച്ച പാലം കഠിനമായ സമുദ്ര പരിസ്ഥിതിയെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. പതിറ്റാണ്ടുകളായി ഈ പാലത്തിനായുള്ള ആവശ്യം നിലനിൽക്കുന്നുണ്ടെന്ന് പരാമർശിച്ച പ്രധാനമന്ത്രി ജനങ്ങളുടെ അനുഗ്രഹത്താൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കാനുള്ള ഭാഗ്യം ലഭിച്ചതായും പറഞ്ഞു. പാമ്പൻ പാലം വ്യവസായ നിർവഹണം സുഗമമാക്കുകയും യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന്, ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ഗുണപരമായി സ്വാധീനം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ട്രെയിൻ സർവീസ് രാമേശ്വരത്ത് നിന്ന് ചെന്നൈയിലേക്കും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും സമ്പർക്ക സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വികസനം തമിഴ്നാട്ടിലെ വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും ഗുണം ചെയ്യുമെന്നും യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങളും വ്യവസായ അവസരങ്ങളും സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം ഇരട്ടിയാക്കിയതായി പ്രധാനമന്ത്രി പരാമർശിച്ചു. ദ്രുതഗതിയിലുള്ള ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം രാജ്യത്തിന്റെ ശ്രദ്ധേയമായ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളാണ്. കഴിഞ്ഞ ദശകത്തിൽ റെയിൽവേ, റോഡുകൾ, തുറമുഖങ്ങൾ, വൈദ്യുതി, വെള്ളം, വാതക പൈപ്പ് ലൈനുകൾ തുടങ്ങിയവ അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള ബജറ്റ് ഏകദേശം 6 ഇരട്ടിയായി വർദ്ധിച്ചിരുന്നു. ഇന്ന് രാജ്യത്തുടനീളം ബൃഹത് പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുന്നു. വടക്കൻ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലങ്ങളിലൊന്നായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം നിർമ്മിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ മേഖലയിൽ മുംബൈയിൽ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ഭാഗത്ത് അസമിലെ ബോഗിബീൽ പാലം പുരോഗതിയുടെ തെളിവായി നിലകൊള്ളുമ്പോൾ തെക്ക് ഭാഗത്ത് ലംബമായി ഉയർത്താനും ലോകത്തിലെ ചുരുക്കം പാലങ്ങളിലൊന്നായ പാമ്പൻ പാലം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കിഴക്കൻ പടിഞ്ഞാറൻ ചരക്ക് ഇടനാഴികൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ പണി വേഗത്തിൽ പുരോഗമിക്കുന്നതായും വന്ദേ ഭാരത്, അമൃത് ഭാരത്, നമോ ഭാരത് തുടങ്ങിയ ആധുനിക ട്രെയിനുകൾ റെയിൽ ശൃംഖലയെ കൂടുതൽ വികസിതമാക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ ഓരോ പ്രദേശവും പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഒരു വികസിത രാഷ്ട്രമാക്കാനുള്ള പാത ശക്തിപ്പെടുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള നിരന്തരമായ പരിശ്രമം, പുരോഗതി, കണക്ടിവിറ്റി, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയ്ക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു. ഇവയെല്ലാം രാജ്യം അതിന്റെ ഗതാഗത ശൃംഖലകൾ, നഗര സൗകര്യങ്ങൾ, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നവീകരിക്കുന്നത് തുടരുമ്പോൾ സുസ്ഥിര വളർച്ചയ്ക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും എല്ലാ പൗരന്മാർക്കും മെച്ചപ്പെട്ട അവസരങ്ങൾക്കും ഇത് ശക്തമായ അടിത്തറയിടുന്നു. വയനാട് നിവാസികൾക്ക് പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കുമായി ഇനി അയൽ ജില്ലകളെ ആശ്രയിക്കേണ്ട. വയനാട്ടുകാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കൽപ്പറ്റയിൽ നിലവിൽ വന്നു. ജില്ലയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നിർവഹിച്ചു. ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കുന്നതിന് പ്രാദേശിക വികസന പദ്ധതികൾ അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. വയനാട് ജില്ലക്കാർക്ക് ഇനി പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കുമായി അയൽ ജില്ലകളിലേക്ക് ദീർഘദൂരം സഞ്ചരിക്കേണ്ട. ജില്ലയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു. പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നിർവഹിച്ചു.
ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കുന്നതിന് പ്രാദേശിക വികസന പദ്ധതികൾ അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രം സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. Are made available to our citizens all over the country and especially in the remote areas. We are following on the footsteps of Pandit Deendayal Upadhyay, and it was his belief that until and unless the last person in this country standing on the last rung of a ladder of development and social empowerment, until we can ensure his progress, this country is not going to progress. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഡിജിറ്റൽ ഇന്ത്യക്ക് കീഴിലെ പരിവർത്തനത്തിന്റെ മാതൃകയാണെന്നും കേന്ദ്ര സഹമന്ത്രി ചൂണ്ടിക്കാട്ടി. പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായതോടുകൂടി വയനാട്ടിലെ ജനങ്ങൾക്ക് പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കുമായി ദീർഘദൂരം സഞ്ചരിക്കേണ്ട സാഹചര്യം ഒഴിവായതായും കീർത്തിവർദ്ധൻ സിംഗ് അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. രാഷ്ട്രീയ ഭേദമന്യേ പഞ്ചായത്ത് തലം മുതൽ ഭരണകൂടങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് രാജ്യത്ത് വികസന മുന്നേറ്റം സാധ്യമാകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. പാസ്പോർട്ട് സേവന സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ജോർജ് കുര്യൻ പ്രശംസിച്ചു. തീർച്ചയായിട്ടും ഈ നാടിന്റെ വികസനത്തിന് ആവശ്യം ഭാരതം മുഴുവൻ വികസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വയനാട് ജില്ലയും വികസിക്കണം. പ്രധാനമന്ത്രിയുടെ മിഷനും 2047 ഭാരതം ഒരു വികസിത രാജ്യമാകണം എന്ന 1947 മുതൽ നമ്മുടെ മുഴുവൻ തലമുറയും അധ്വാനിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ലോകത്തിലെ ഒരു 11ാം സ്ഥാനത്ത് എത്തിച്ചേർന്നത്. കഴിഞ്ഞ വർഷം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ 6 ലക്ഷത്തിലധികം പാസ്പോർട്ടുകൾ നൽകിയതായി ചൂണ്ടിക്കാട്ടിയ കേന്ദ്ര സഹമന്ത്രി ഈ മികച്ച നേട്ടത്തിന് ഓഫീസിനെ അഭിനന്ദിക്കുകയും ചെയ്തു. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ കീഴിലുള്ള രണ്ടാമത്തെയും രാജ്യത്തെ 447ാമത്തെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കൂടിയാണ് വയനാട്ടിലേത്. വിദേശകാര്യ മന്ത്രാലയവും ഭാരതീയ തപാൽ വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തുടക്കത്തിൽ POPSK കൽപ്പറ്റയിൽ പ്രതിദിനം 50 അപേക്ഷകർക്ക് സേവനം നൽകും. വരും ദിവസങ്ങളിൽ പ്രതിദിനം 120 അപേക്ഷകൾ വരെ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പാസ്പോർട്ട് സേവാ പോർട്ടലായ passportindia.gov.in അല്ലെങ്കിൽ പാസ്പോർട്ട് സേവാ മൊബൈൽ ആപ്പ് വഴി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. ആസ്പിറേഷൻ ജില്ല കൂടിയായ വയനാട്ടിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം എത്തിയതോടുകൂടി സാധാരണക്കാർക്ക് വിദേശ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വഴിയൊരുങ്ങുകയാണ്. പാസ്പോർട്ട് സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധത തെളിയിക്കുന്നതാണ് പുതിയ POPSK എന്ന ചീഫ് പാസ്പോർട്ട് ഓഫീസർ ഓഫ് ഇന്ത്യ ഡോക്ടർ K. ശ്രീനിവാസ പറഞ്ഞു. ഈ സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ തപാൽ വകുപ്പും മറ്റ് എല്ലാ പങ്കാളികളും നടത്തിയ പരിശ്രമങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കേരളത്തിന്റെ വടക്കൻ ജില്ലകളായ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ സേവനം നൽകുന്നു. പുതുച്ചേരിയിലെ മാഹി മേഖലയും ഇതിൽ ഉൾപ്പെടുന്നു. കൽപ്പറ്റ POPSK കൂടി ചേർന്നതോടുകൂടി RPOയുടെ അധികാര പരിധിയിൽ ഇപ്പോൾ 5 പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും 2 POPSKകളും പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.